ഹലോ ഫ്രണ്ട്സ്, പ്രോമിസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻഡോർ പ്ലാന്റായ പീസ് ലില്ലിയുടെ ഒരു സെയിൽ വീഡിയോ ആണ്. ഇൻഡോർ പ്ലാന്റുകളുടെ കൂട്ടത്തിലെ ക്വീൻ എന്നും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവെന്നൊക്കെ വിളിപ്പേരുള്ള നമ്മുടെ സ്വന്തം പീസ് ലില്ലി. പീസ് ലില്ലിയെക്കുറിച്ച് അറിയാത്ത ആരും കാണില്ല. മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഒരു പ്ലാന്റെങ്കിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇനി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്, പീസ് ലില്ലി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് എനിക്ക് അറിയാവുന്ന കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും കൂടെയാണ് ഞാൻ ഈ സമയം പ്രയോജനപ്പെടുത്തുന്നത്. നമ്മുടെ കയ്യിലിപ്പോൾ പീസ് ലില്ലിയുടെ സീഡ്ലിങ്സ് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. 2 സൈസിലുള്ള പീസ് ലില്ലി മീൻസ് 2 സൈസ്, അതായത് 7 ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റുകളുണ്ട്, ചെറിയ സീഡ്ലിങ്സും ഉണ്ട്. രണ്ടും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്, നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി പ്ലാന്റുകളാണ്. അതോടൊപ്പം നമുക്ക് ഫ്ലവർ ഇട്ട മച്ചുവേർഡ് പ്ലാന്റുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലവർ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുത്തു. അതിനകത്തുള്ള ഷൂട്ട്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്തു കണ്ടോ. ഇത് നമ്മുടെ ഒരു വലിയ മദർ പ്ലാന്റാണ്. ഇതിന് നിറച്ച് ഫ്ലവേഴ്സ് വന്നിട്ട് ഇപ്പം ധാരാളം ഷൂട്ട്സ് വന്നിട്ടുണ്ട്. ഫ്ലവറെല്ലാം കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നന്നായിട്ട് വളരുകയുള്ളൂ. ഒരുപാട് ഇങ്ങനെ ഷൂട്ട്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വളർച്ച മുരടിച്ചങ്ങ് നിൽക്കും, ഫ്ലവർ വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് തന്നെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പല പല പോട്ടുകളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നിലത്ത് വയ്ക്കുന്നവർക്ക് അങ്ങനെ വയ്ക്കാം. പക്ഷേ ഇത് സാധാരണയായിട്ട് നമ്മൾ പൂർണ്ണമായും ഇൻഡോർ പ്ലാന്റായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അല്ലാതെയും കാണുന്നുണ്ട്, റിസോർട്ടുകളിലും ഒക്കെ നമ്മൾ ബോർഡർ പ്ലാന്റുകളായിട്ടൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡയറക്റ്റ് സൺലൈറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇലകൾ ബേണായി കാണുന്നുണ്ട്. അതായത് പൊള്ളിയത് പോലെ കാണും. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. പ്ലാന്റ് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ നമുക്ക് ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്താലും വലിയ പ്രശ്നങ്ങൾ കാണാറില്ല. നല്ല രീതിയിൽ നല്ല ഒരുപാട് ഒന്നിച്ച് വെച്ച് നല്ല ബോർഡർ പ്ലാന്റായിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലത്തൊക്കെ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളായിട്ടാണ് കണ്ടിരിക്കുന്നത്. നമ്മുടെ പോലത്തെ ഉള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഇതുപോലെ കണ്ടോ, അങ്ങനെ കരിഞ്ഞതുപോലൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ലിവിങ് റൂമിൽ, നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ പേഷ്യോകളിൽ ഒക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ പോലും നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാം. നമ്മുടെ ജനലിൻ്റെ ഒക്കെ സൈഡിൽ നമുക്ക് നല്ലവണ്ണം വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഇരുട്ടത്തല്ല വെക്കുന്നത്, എന്ന് വെച്ചാൽ കുറച്ച് ഷാഡി ആയിട്ടുള്ള സ്ഥലത്ത് വെക്കരുത്. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിന് ഒരു പോട്ടിൽ തന്നെ നമുക്ക് 2-3 പ്ലാന്റ് വീതം വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വലിയ പ്ലാന്റർ ബോക്സിലൊക്കെ നമുക്ക് കൂടുതൽ പ്ലാന്റുകൾ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് വെച്ചാൽ സ്പാത്തിഫൈലം ജനസിൽപ്പെട്ട അരസി ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റാണിത്. ഇതൊരു ഉഷ്ണമേഖലാ സസ്യമാണ്. എങ്കിൽ കൂടി നമുക്ക് അധികം വെള്ളം അതിന് ആവശ്യമില്ല. ആഴ്ചയിലൊരിക്കലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും നമുക്കിതിന് ആവശ്യമില്ല. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ എൻ്റെ റൂട്ട് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ അത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും എയറേഷൻ ഉള്ളതാണ് ആയിരിക്കണം ഇത്. വേറൊരു കാര്യം, നല്ല ഡ്രെയിനേജ് ഉള്ളത്, നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ നമ്മൾ ഇത് പോട്ടിംഗ് മിക്സ് സെറ്റ് ചെയ്യണം. നല്ല ഡ്രെയിനേജ് ഹോൾസൊക്കെ ഉള്ള പോട്ടുകൾ സെലക്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ സെറാമിക് പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിലും നല്ല ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മൾ നല്ല പോട്ടിംഗ് മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള, കുറച്ച് എയറേഷൻ കൂടുതൽ കിട്ടുന്ന കൊക്കോപിറ്റ് കണ്ടില്ലേ, നല്ല കൊക്കോപിറ്റ്, പെർലൈറ്റ്, വെർമി കമ്പോസ്റ്റ്, വെർമിക്കുലേറ്റ് ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് മണ്ണും നമ്മുടെ കരിയില കമ്പോസ്റ്റും ഒക്കെ ചേർത്തിട്ട് നമുക്കൊരു മിക്സ് ഉണ്ടാക്കി ഇതിനോടൊപ്പം ചേർക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ചാർക്കോളിൻ്റെ ചെറിയ പീസസ്. നമ്മൾ ഓർക്കിഡിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ വരുന്നതിൽ ചെറിയ പീസസ് അതുകൂടെ കുറച്ച് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തേക്കാമെങ്കിൽ പെട്ടെന്നുള്ള ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇതിനെ ബാധിക്കത്തില്ല. ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും ഒക്കെ പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി
ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റുകൾ പോട്ടി മിക്സിൽ കുറച്ച് ചാർക്കോൾ കൂടെ നമുക്ക് ഉപയോഗിക്കാം. അത് വളരെ നല്ലതായിരിക്കും. ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിൽ വരുന്നുണ്ട്. ഇപ്പം പല കളറിലുണ്ടെന്ന് പറയുന്നു. ഞാൻ ചെറിയ ലൈറ്റ് ഗ്രീൻ കളറ് കണ്ടിട്ടുണ്ട്, ചെറിയ യെല്ലോയിഷ് കളറിൽ വരുന്ന കണ്ടിട്ടുണ്ട്. ഈ വൈറ്റ് പാർട്ട് അതിൻ്റെ ഫ്ലവർ അല്ല കേട്ടോ, അതതിൻ്റെ ബ്രാഗ്സാണ്. ശരിക്കും മെഴുതിരി പോലുള്ള ഭാഗമാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഇത് ശരിക്കും അതിൻ്റെ പാർട്ട് ഇവിടെ കൊടുത്തേക്കാമേ, നിങ്ങൾക്കപ്പോൾ കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ വൈറ്റ് കളറിൽ ഇതിങ്ങനെ കാണുമ്പോഴത്തേന് നല്ലൊരു ഫ്രഷ് ഫീൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചൈനീസ് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് ഇത് ഭയങ്കര ലക്കി പ്ലാന്റാണ്, പോസിറ്റീവ് എനർജി ചെയ്യുന്ന പ്ലാന്റാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കും ബെഡ്റൂമിലൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ഫ്രഷ് ഫീൽ കിട്ടുന്ന, ഫ്രഷ് സ്റ്റാർട്ട് തരുന്ന പ്ലാന്റാണ്, പോസിറ്റീവ് എനർജി തരുന്ന പ്ലാന്റാണെന്നാണ് അവർ പറയുന്നത്. വാസ്തുശാസ്ത്രമൊക്കെ എത്രമാത്രം ഇതാണെന്നൊന്നും എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള അറിവില്ല. എങ്കിലും അതിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡോറിലൊക്കെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. കാര്യം നമുക്ക് നമ്മുടെ മൂഡ് ഔട്ടായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോഴേ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നത്തില്ലേ, അത് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി തരും. സോ ഇത് നിങ്ങൾക്ക് പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പ്ലാന്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. നമ്മുടെ ഗാർഡനിലെ സീഡ്ലിങ്സ് ഞാൻ കാണിച്ചല്ലോ, 2 സൈസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ചെറിയ പ്ലാന്റിന് വരുന്ന, അതായത് ചെറിയ പ്ലാന്റ് എന്ന് വെച്ചാൽ തീരെ ചെറുതല്ലത്, ആ പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 220 രൂപയാണ്. വലിയ പ്ലാന്റിന് വരുന്നത് 250 രൂപയുമാണ്. ഇത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ നിങ്ങൾക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഇങ്ങനെ പോട്ടോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെറ്റ് സർവീസ് സെലക്ട് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് എത്ര പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് പ്ലാന്റ് ലവേഴ്സായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസാണ് നമ്മൾക്ക് കൂടുതലും മോട്ടിവേഷൻ തരുന്നത്. നല്ല നല്ല കമൻസുകൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനും നിങ്ങൾക്ക് പ്രയോജനമുള്ള രീതിയിൽ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല വീഡിയോകൾ ചെയ്യാനായിട്ട് അത് ഞങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റും, വിലയേറിയ നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വാല്യുബിളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.